സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് തെലങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റ്. ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഖൈരതാബാദ് ഹുസൈൻ സാഗർ തടാകത്തോട് അനുബന്ധിച്ചാണ്. ഓൾഡ് സെക്രട്ടേറിയറ്റിന് പല ന്യൂനതകളും ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചാണ് പുതിയ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഴയത് നിസാം പീരിയഡിൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ഇൻഡോ സൾസനിക് മോഡലിലായിരുന്നു അത് നിർമ്മിച്ചത്. പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് താജ്മഹലിനെ അനുസ്മരിപ്പിക്കുന്ന താഴികക്കുടങ്ങളോട് കൂടിയതാണ് പുതിയ കെട്ടിടം. ഇതിന് 10 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ മൊത്തം വിസ്തീർണം. 2000 ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയോട് കൂടിയതാണ് പുതിയ കെട്ടിടം. മന്ത്രിമാരും മറ്റ് ജോലിക്കാരെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ബിൽഡിങ്ങിനുണ്ട്. ഫയർ സ്റ്റേഷൻ, ക്ലിനിക്, ക്രഷ്, ചർച്ച്, ടെമ്പിൾ, മോസ്ക് തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുറിയുടെ എല്ലാ വിൻഡോസും ബുള്ളറ്റ് പ്രൂഫാണ്. 400 കോടിയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നിർമ്മാണത്തിന് ശേഷം 600 കോടിയോളം ചെലവായി ഇതിന്. മെയിൻ ഗേറ്റിന് പേരിട്ടിരിക്കുന്നത് ബാഹുബലി മഹാദ്വാരം എന്നാണ്. 24 അടിയാണ് ഇതിൻ്റെ ഉയരം. തേക്ക് തടിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിലെ എല്ലാ വാതിലുകളും 877 വാതിലുകളും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും കോവിഡ് കാരണം ഇതിൻ്റെ പണി നീണ്ടുപോവുകയും 2023 ഫെബ്രുവരി 17 അന്നത്തെ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബർത്ത്ഡേ അന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അമരജ്യോതി തെലങ്കാന രക്തസാക്ഷി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപമാണ് ഇത്. ഇത് നിർമ്മിക്കാനുണ്ടായ കാരണം 1969 ഒരു ഹൈദരാബാദിലൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആ കലാപത്തിൻ്റെ കാരണം തെലങ്കാന ഒരു പ്രത്യേക സ്റ്റേറ്റായിട്ട് വേണമെന്നുള്ള ഒരു ആവശ്യത്തിന് മുകളിൽ ഉണ്ടായ ഒരു ലഹളയായിരുന്നു അത്. ആ ലഹളയിൽ ജീവൻ നഷ്ടപ്പെട്ട 369 വിദ്യാർത്ഥികളുടെ സ്മരണാർത്ഥമാണ് ഈ അമരജ്യോതി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും 2 ജൂൺ ഇവിടെ ഇതിൻ്റെ ഒരു പുഷ്പാർച്ചന നടത്തി പ്രയർ നടത്തുന്നതായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും, തെലങ്കാനയിലെ എല്ലാ സ്റ്റേറ്റിലും 2 ജൂണിന് ഒരു മാർട്ടിയേഴ്സ് ഡേ പോലെ ഇവരിവിടെ സ്മൃതി മണ്ഡപത്തിലെത്തി ജ്യോതി തെളിയിക്കുകയും മരണപ്പെട്ട അല്ലെങ്കിൽ അതിൽ കൊല ചെയ്യപ്പെട്ട 369 വിദ്യാർത്ഥികളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ ഇതിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിനോടനുബന്ധിച്ചുള്ള അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 125 അടി ഉയരത്തിൽ നിർമ്മിച്ച ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രതിമയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ്, കോൺക്രീറ്റിനോടൊപ്പം ഇതുകൂടി ആഡ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റിൻ്റെ ഒരു മിനിയേച്ചറിന് മുകളിലായിട്ടാണ് ഈ വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ എല്ലാ ഒരു ഈവനിങ് സ്പോട്ടാണ് ഈ പ്രതിമയുടെ ഏരിയ. അതുപോലെ തന്നെ ഈ അമരജ്യോതിക്കും സെക്രട്ടേറിയറ്റിനും ഇടയിലുള്ള ആ ലോൺ